നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇത് ക്രോക്കറി അല്ല, ഭക്ഷണം വിളമ്പുന്ന പ്ലേറ്റാണ്. പക്ഷേ ക്രോക്കറിയെ പോലെ തന്നെ ഭംഗിയാണ് ഇതിന്. നല്ല വെള്ളക്കളറും അതിനുള്ളിൽ പച്ചയും നീലയും ഒക്കെ ആയിട്ടുള്ള ഇലകളുടെ ഡിസൈനും ഒക്കെ ആയിട്ട് ഒരു ക്രോക്കറിയുടെ ഒരു പ്ലേറ്റ് വാങ്ങുന്ന അതേപോലെയുള്ള ഒരു പ്ലേറ്റാണ് ഇത്. പക്ഷേ ഫൈബർ ആണ്. ഫൈബർ എന്ന മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലേറ്റുകൾ ആണിത്. പ്ലേറ്റുകൾ മാത്രമല്ല, അതിൽ കപ്പും സോസറും ഉണ്ട്. ഇത് വളരെ മനോഹരമായ ഒരു ചായക്കപ്പാണ്. ഇതും ഫൈബറിൻ്റെയാണ്. ഇതിൽ നമ്മൾക്ക് നല്ല ചൂട് ചായ ഒഴിച്ച് കുടിക്കുവാൻ പറ്റും. നല്ല ചൂട് ഉള്ള ചായ ഒഴിച്ചു കഴിഞ്ഞാലും ഇത് ഉരുകി പോവുകയോ ഇതിന് എന്തെങ്കിലും പ്രശ്നം പറ്റുകയോ ചെയ്യാറ് പതിവില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതിനെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഫൈബറിൻ്റെ ആയിട്ടുള്ള ഡിന്നർ സെറ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഒരു നമ്മളൊരു ക്രോക്കറിയുടെ ഒരു സെറ്റ് വാങ്ങിക്കുന്ന അതുപോലെയുള്ള അത്രയ്ക്കുള്ള വിലയില്ല. ഇത് തീരെ വില കുറഞ്ഞ് കിട്ടുന്നതാണ്. ഇത് അതുപോലെയുള്ള ഒരു ബൗളാണ്. നമ്മൾക്ക് എന്തെങ്കിലും കറികളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ബൗളാണിത്. ഇതും നല്ല കട്ടിയിൽ ഉള്ള നല്ല ഡിസൈനും ഒക്കെയുള്ള ഒരു ബൗളാണ്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്രോക്കറി പോലെ തന്നെ ഇരിക്കും. ക്രോക്കറിയുടെ അതേ ആയിട്ടുള്ള മനോഹാരിതയുണ്ട്. പക്ഷേ ഇതിന് തീരെ വില കുറവാണ്. അതിനാൽ തന്നെ നമ്മൾക്ക് ക്രോക്കറിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഫൈബർ വെച്ചിട്ടുള്ള മെറ്റീരിയൽ. ഇത് അതുപോലെയുള്ള വേറൊരു ബൗളാണ്. ഇത് നമുക്ക് കറികളും ഒക്കെ എടുക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു ബൗളാണ്. നല്ല ഡിസൈനുകളും ഒക്കെ ആയിട്ട് ഇത് കിട്ടുന്ന ഒരു സാധനമാണിത്. നമുക്ക് വളരെ വില കുറഞ്ഞ് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഈ ഫൈബറിൻ്റെ ഈ പാത്രങ്ങളും ഗ്ലാസ്സുകളും. ഗ്ലാസ് എന്ന് പറയുമ്പോൾ ടംബ്ലറുകളും അതുപോലെ തന്നെ മറ്റുള്ള കോപ്പകളും ഒക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, ഭക്ഷണം വിളമ്പുന്ന പദാർത്ഥങ്ങൾ മാത്രമല്ല, ഫൈബർ വെച്ചിട്ട് മറ്റുള്ള ഉപകരണങ്ങളും കിട്ടാറുണ്ട് നമ്മൾക്ക്. മേശയും കസേരയും സ്റ്റാൻഡുകളും TV സ്റ്റാൻഡുകളും അല്ലാതെ മറ്റുള്ള സ്റ്റാൻഡുകളും ഷെൽഫുകളും ഒക്കെ നമ്മൾക്ക് ഫൈബറിൽ കിട്ടാറുണ്ട്. ഫൈബറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് വെയ്റ്റ് ആണ്. നമ്മൾ മരത്തിൻ്റെയോ അല്ല ഒരു മെറ്റൽ സ്റ്റീലിൻ്റെയോ ഇരുമ്പിൻ്റെയോ പോലെയുള്ള ഒരു ഫർണിച്ചർ എടുക്കുന്ന അത്രയും വെയിറ്റ് ഇതിനില്ല. തീരെ വെയിറ്റ് കുറവാണ് ഇതിൻ്റെ ഫർണിച്ചറിന്. ഫൈബറിൻ്റെ കസേരയാട്ടെ മേശയാട്ടെ ഷെൽഫുകളും മറ്റുള്ള ഫർണിച്ചർ എടുത്തു കഴിഞ്ഞാൽ അതുപോലെയുള്ള വെയിറ്റ് തീരെ കുറവാണ്. എന്നാൽ നന്നായിട്ട് ഈട് നിൽക്കുകയും ചെയ്യും. നമ്മൾ ഒരു തടിയുടെ ഒരു കസേരയോ മേശയോ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഫൈബറിൻ്റെ കസേരയും ഫർണിച്ചറും ഒക്കെ വളരെയധികം കാലം ഈട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് തീരെ കനക്കുറവുമാണ്. അതുപോലെയാണ് ഫൈബറിൻ്റെ നമ്മൾ വെള്ളം പിടിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റാട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഫൈബറിൻ്റെ ആണ് ഇപ്പോൾ ടാങ്കുകൾ. വെള്ളം മോട്ടറിൽ നിന്ന് വെള്ളം അടിച്ച് വീടിൻ്റെ മുകളിൽ വയ്ക്കുന്ന ടാങ്കറുകൾ ഒക്കെ നമ്മൾ ഫൈബറിൻ്റെ ആണ് ഉപയോഗിക്കുക. ഫൈബറിൻ്റെ ടാങ്ക് വളരെ വലിയ ടാങ്ക്, 1000 ലിറ്റർ ഒക്കെ വെള്ളം കൊള്ളുന്ന വളരെ വലിപ്പമുള്ള ടാങ്കുകളാണ് ഉപയോഗിക്കുക. ഈ ടാങ്കും അതുപോലെ നമ്മൾ വെള്ളം പിടിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റുകളും എല്ലാം ഫൈബറിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, തീരെ കനം കുറവാണ്. അതോടനുസരിച്ച് നന്നായിട്ടുള്ള ഈട് നിൽക്കുകയും ചെയ്യും. നമ്മൾ പണ്ട് കാലങ്ങളിലാണെങ്കിൽ വീടിന് മുകളിൽ ടാങ്ക് വെക്കണമെങ്കിൽ നമ്മളതിന്
കോൺക്രീറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് വെച്ച്